ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിവലിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ബാക്ക് ടു സ്കൂൾ സീരീസിൻ്റെ എപ്പിസോഡ് 1 ആയിട്ടാണ്. അപ്പം ഇത് ഭയങ്കരമായിട്ട് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത്ര റഷിലെടുക്കണത്. നമ്മൾ ഈ ബുക്കിലാണ് പരിപാടി ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു പ്ലാനർ മേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതും പിന്നെ 2-3 കുഞ്ഞ സാധനങ്ങളെ വേണ്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ CD മാർക്കറും പെന്നും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മതി. ബാക്കിയുള്ളതൊക്കെ ഞാൻ വോയിസ് ഓവറിൽ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ആ ഫ്രണ്ട് പേജിൽ അബൌട്ട് മീ എന്നുള്ളതിന് നമ്മൾ കാലിഗ്രാഫി ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെ അത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്നിട്ട് കളർ ചെയ്തു. ഇതൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനുള്ള പണിയാണ് കേട്ടോ. എന്നിട്ട് ഞാനത് CD മാർക്കർ വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. പിന്നെ എഴുതുന്നത് ബ്ലാക്ക് ജെൽ പെന്ന് വെച്ചിട്ടും ആണ്. അതിൻ്റെ താഴെ നമ്മളുടെ നെയിം, ക്ലാസ്, റോൾ നമ്പർ, സ്കൂൾ എന്നൊക്കെ എഴുതി വെച്ചിട്ട് അതിൽ ഡീറ്റെയിൽസ് എഴുതാനുള്ള കോളമാണ്. അടിയിൽ ഞാൻ നല്ല കുത്തിട്ടൊക്കെ ലൈൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഗ്യാപ്പുള്ള ലൈന്. പിന്നെ അടുത്തത് നമ്മുടെ തീം പേജാണ്, ജൂൺ മന്തിൻ്റെ. കുറച്ചും കൂടി ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ചെയ്യാം, പക്ഷെ ഞാൻ കുറച്ച് സിമ്പിളാക്കി. ചിത്രം വരയ്ക്കാൻ നിന്നാൽ ഇനിയും വീഡിയോ ഇടാൻ ലേറ്റാവും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു കാലിഗ്രഫി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ വൈകുന്നേരമാണെങ്കിൽ കഷ്ടപ്പെട്ടിരുന്നിട്ട് എഴുതിയതായിരുന്നു അത്. പിന്നെ ഞാൻ അതിൻ്റെ കലണ്ടർ എഴുതി കൊടുത്തു. കലണ്ടർ ആണെങ്കിൽ കുറച്ച് വലുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതണം. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. സൺഡേ മാത്രം റെഡ് കൊണ്ടും ബാക്കിയുള്ളതൊക്കെ ബ്ലാക്ക് കൊണ്ടും ചെയ്യാം. പിന്നെ മൂഡ് ട്രാക്കർ, അതെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അവിടെ അടിയിൽ നമ്മൾ കുറച്ച് കളേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ ഏത് ദിവസം എന്താണ് നമ്മളുടെ മൂഡ് വെച്ചാൽ അതുപോലെ അവിടെ കളർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ മൂഡ് ട്രാക്കർ. അതിൽ ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു പസിൽ പോലെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് കിട്ടും. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരെണ്ണം എടുത്തത്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ, അത് നിങ്ങൾക്ക് പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഞാനത് 4 ഹാബിറ്റ്, അതായത് സ്റ്റഡി ഡെയിലി, പിന്നെ സ്കിൻ കെയർ, പിന്നെ പ്ലാൻ ഔട്ട് കണ്ടൻറ്റ്, അതേപോലെ തന്നെ റീഡിങ് ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഓരോ ദിവസം എഴുതിയിട്ട് അവിടെ തന്നെ വെട്ടി കൊടുക്കുക, ഒരു സർക്കിൾ ഇട്ട് എന്നിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാണ്. ഞാനൊരു വെറൈറ്റി ഐഡിയ കണ്ടുപിടിച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത പേജ് എന്ന് പറയുന്നത് ഡെയിലി റൂട്ടീൻ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് മറക്കല്ല, മീൻസ് ഇത് അങ്ങോട്ട് പിടിച്ച സമയത്ത് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരുടെയും എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. പിന്നെ ടു ഡു ലിസ്റ്റ് അന്നത്തെ ദിവസം ഇട്ടിട്ട് ഡെയിലി വരച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ 30 ദിവസത്തേക്കുള്ളതും വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഡേറ്റ് ഇടുക, ഡേ ഇടുക, എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളുണ്ടാക്കിയ പ്ലാനറൊന്ന് കണ്ടിട്ട് വരാം. സോ ഗൈസ്, ഇതുപോലത്തെ ഒരു പ്ലെയിൻ നോട്ട് എടുത്തിട്ടുണ്ട്. വരയുള്ള നോട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു യൂട്യൂബിൽ ഇടാനുള്ള പെർഫെക്ഷന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഇൻഡെക്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ നേരെ അടുത്ത പേജിലേക്ക് വരുന്നു. ഫസ്റ്റ് അബൌട്ട് മീ, എൻ്റെ ക്ലാസ്, എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാലിഗ്രഫിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ വെറുതെ എൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ്. അതേപോലെ തന്നെ ജൂൺ മന്തിൻ്റെ ഒരു തീം പേജാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കാലിഗ്രഫിയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ആണെങ്കിൽ ആ മാസത്തെ കലണ്ടറാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കുറച്ച് വലുതായിട്ട് തന്നെ എഴുതാം. നമുക്കിതിൽ എന്തെങ്കിലും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നൊക്കെ ഇവിടുത്തെ എഴുതി കൊടുക്കാം. പിന്നെ മൂഡ് ട്രാക്കർ, അത് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഈ ഹാപ്പി, സാഡ്, പ്രൊഡക്റ്റീവ്, ആംഗ്രി എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 1-ാം തീയതി ഞാൻ പ്രൊഡക്റ്റീവ് ആണെങ്കിൽ ഈ പേർപ്പിൾ കളർ അവിടെ കൊടുക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ വോയിസ് ഓവർ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ, ഇത് നിങ്ങൾക്കൊരു പുതിയ ഹാബിറ്റ് തുടങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഒരു ഹാബിറ്റോ 2 ഹാബിറ്റൊക്കെ മതി. വേണമെങ്കിൽ കൂട്ടി എഴുതാം, കുറച്ച് എഴുതാം. ഞാനിപ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ മീഡിയത്തിൽ കിടന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടു ഡു ലിസ്റ്റ്, ഇവിടെ ഓരോ ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് അന്നന്ന് തലേദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ ടു ഡു ലിസ്റ്റ്. അത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദിസ് ബൈ ഫ്രം ദിയ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്ക് ടു സ്കൂൾ സീരീസിലത്തെ അടുത്ത എപ്പിസോഡുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പ്ലാനേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ, ഓഗസ്റ്റ് എല്ലാ മാസത്തെയും ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.